ഹലോ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതായത് ഒരു വെഡ്ഡിംഗ് റിസപ്ഷൻ ഉച്ചക്കാണ് നമുക്ക് പോകേണ്ടത്. സർഗാലയിലായിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ പോയതിൻ്റെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിച്ചു തരുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളിതാ ഉച്ചയാകുമ്പോഴത്തേക്കും ക്രാഫ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് ഭവീച്ചിൻ്റെ മാമൻ്റെ മോളുടെ കല്യാണമാണ്. കല്യാണം ഗുരുവായൂരെന്ന് 2 ദിവസം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അവർ നമ്മളെ വെഡ്ഡിംഗ് റിസപ്ഷന് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുള്ളത് സർഗാലയിലേക്കാണ്, അതായത് ഞായറാഴ്ച. അപ്പോൾ ഇത് ഭവീച്ചിൻ്റെ അമ്മയുണ്ട്, ഭവീച്ചുണ്ട്. ഇവരൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളൊരു ഉച്ച 1 മണിയ സമയത്താണ് പോയിട്ടുള്ളത്. ഭവീച്ചും വികിയത് സെയിം ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അവർ യൂണിഫോം പോലെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അവിടെ വലിയ കാര്യത്തിലുള്ള തിരക്കുകളൊന്നുമില്ല. ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്, അവർ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത് പെണ്ണും ചെക്കനൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വലിയ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം എൻ്റെ ഫോണ് വികേൻ്റെ കയ്യിലായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്ന സമയത്താണ് കുട്ടി എനിക്ക് ഫോണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് കാര്യങ്ങളാണിത്. ചെക്കനും പെണ്ണും ഒക്കെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് അതിനുശേഷം വികയും അവിടുത്തെ അവരുടെ കസിൻസ് എല്ലാവരും കൂടെ ഒരു ഡാൻസും കൂടെ കളിച്ചു കേട്ടോ. അതൊന്നും ഞാൻ പാട്ട് വെച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് ഒന്ന് കണ്ടു നോക്കട്ടോ. ഭവീഷിന്റെ ബ്രദറാണ് നീല ഷർട്ട് ഇട്ട് ഡാൻസ് കളിച്ചത്. ഇത്രയും നേരം പിള്ളേരൊക്കെ ഡാൻസ് കളിച്ചിട്ട് അവസാനം ഭവിത്തേട്ടൻ വന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഡാൻസ് ഭവിത്തേട്ടൻ അങ്ങ് തൂക്കി എന്ന് പറയാം. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഇവരൊക്കെ കളിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. അങ്ങനെ ഡാൻസും കണ്ട് അവിടെ ഇരുന്നപ്പോൾ ഭവീഷ് പറഞ്ഞു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒത്ത് കിട്ടാന്ന് വെച്ചാൽ ഇത്തിരി ടാസ്ക്കാണ്. കാരണം ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടൂല, അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പം ഞാനിത് ആരെയോ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ലാലോടിനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവസാനം ലാലോടിനെ കിട്ടി. അതിനിടയിൽ ഞാനും തപസ്യയും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വികയും സാൻവിയും ശിവാനിയും ഒക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട്. അവസാനം ഞങ്ങളും സ്റ്റേജിൽ കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇതിൽ അനീഷേട്ടനില്ല, അനീഷേട്ടൻ സുഖമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വസ്കൂട്ടനും അച്ഛനും എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഞാൻ പറഞ്ഞല്ലോ ഫോണ് പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും എൻ്റെ കയ്യിൽ ഫോണില്ല, വികേൻ്റെ കയ്യിലായിരുന്നു ഉള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ സാൻവീനെ ഡാൻസ് ക്ലാസ്സിൽ ഇറക്കേണ്ടതുണ്ടേനു. അങ്ങനെ അപ്പോൾ ടൗൺ ഹാളിൻ്റെ അടുത്തെത്തിയപ്പോൾ എന്തായാലും ഒരു നല്ല സാരിയൊക്കെ ഉടുത്തിട്ടല്ലേ ഞാനുള്ളത്. ടൗൺ ഹാളിലൂടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടുന്ന് നടത്തവും നടന്ന് കുറച്ച് വീഡിയോസും എടുത്ത്. ഞാനിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ വസുവിന് അത് അത്രക്ക് അങ്ങോട്ട് പിടിച്ചില്ല എന്ന് തോന്നുന്നു. വസു ഇങ്ങനെ നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുവിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ ലാലോട്ടിന് എടുത്തു കൊടുത്ത്. പിന്നെ സാൻവിനെ ഡാൻസ് ക്ലാസ്സിലാക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് സാൻവിനെ കൂട്ടാൻ പോകണം. അപ്പം ശരി, ബൈ.